വാർത്ത. നവീൻ ബാബു ഇപ്പോഴും ദുരൂഹത തുടരുന്ന ഒരു ADM ആണ്. മരണം എങ്ങനെയാണ് എന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. നവീൻ ബാബുവിനെ തീർത്തത് തന്നെ, അതായത് ഗോവിന്ദൻ്റെ പിണറായിയുടെ മാനസപുത്രി ദിവ്യയുടെ പങ്ക് വെളിവാകുന്ന കൃത്യമായ തെളിവുകളാണ് പുറത്തു വരുന്നത്. ഈ വിഷയത്തിൽ ഇനി ഹൈക്കോടതിയുടെ നിലപാട് എന്തായിരിക്കും? ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചും ഈ ഹർജി തള്ളിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഹൈക്കോടതി ഈ കാര്യത്തിൽ ഒരു ഹർജി സ്വീകരിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. പക്ഷേ സുപ്രീം കോടതിയാണ് ഇനിയൊരു പ്രതീക്ഷ എന്ന് പറയുന്നത്. സുപ്രീം കോടതിയുടെ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച് തുടങ്ങി സുപ്രീം കോടതിയിൽ പല ഹർജികൾ കൊടുക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ സുപ്രീം കോടതിയിൽ പോകുമ്പോഴും അവിടെ കേസ് കൃത്യമായി എന്തുകൊണ്ട് CBI അന്വേഷിക്കണമെന്ന കാര്യം ബോധ്യപ്പെടുത്താൻ ഈ പറയുന്ന വാദിഭാഗത്തിന് അപേക്ഷ കൊടുക്കുന്ന കക്ഷികൾക്ക് ആവണം എന്നുള്ളതാണ്. 2 തവണയും ഹൈക്കോടതിയിൽ നടന്നത്. ഒന്നാമത്തത് വളരെ കൃത്യമായി വാദിച്ചിട്ട് പോലും ഹൈക്കോടതി ഈ കാര്യത്തിൽ വിട്ടില്ല, അതായത് CBI അന്വേഷണത്തിന് വിട്ടില്ല. രണ്ടാമത്തെ തവണ ആദ്യത്തെ വക്കീൽ, ഈ പറയുന്ന മഞ്ജുഷയുടെ ആദ്യത്തെ വക്കീൽ, അവർ പോലും വിചാരിക്കാത്ത രീതിയിൽ ഈ കേസ് CBIക്ക് വിട്ടിട്ടില്ല എങ്കിൽ ക്രൈംബ്രാഞ്ചിനെങ്കിലും വിടണമെന്ന നിലയിലേക്കുള്ള ഒരു നിലപാടെടുത്തു എന്നത് വല്ലാത്ത രീതിയിൽ ഈ കേസിനെ അട്ടിമറിക്കാനുള്ള ഒരു സാഹചര്യത്തിലോട്ട് പോയി. ഇനി എന്തുകൊണ്ട് ഇനി ഇത്രയും ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തലുകളൊക്കെ വന്നിട്ടുണ്ട്, പുതിയ അന്വേഷണ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്, അതുകൂടെ പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതി ഒരു ഏതെങ്കിലും തീരുമാനമെടുക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട് നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണറായിട്ടുള്ള ഗീതയുടെ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് എന്തുകൊണ്ടാണ് അന്ന് തന്നെ ഈ പറയുന്ന റവന്യൂ മന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറിയിരുന്നു. റവന്യൂ മന്ത്രി അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിക്കാൻ വേണ്ടി ദിവസങ്ങൾ അത് മൂടിവെച്ചു. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് കോഴി അടയിരിക്കുന്നത് പോലെ ആ റിപ്പോർട്ടിൻ്റെ മേലിൽ പൊരുന്നിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോഴാണ് ആ റിപ്പോർട്ട് പുറത്തുവിടുന്നത്. ആ റിപ്പോർട്ട് പുറത്തുവിട്ടതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് CPMൻ്റെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ PP ദിവ്യക്കെതിരായിക്കൊണ്ട് പിണറായി വിജയൻ കർശനമായ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. PP ദിവ്യ അനാവശ്യമായി ഈ കാര്യത്തിൽ ഇടപെട്ടു. തെറ്റ് ചെയ്തവൻ ആരായാലും അനുഭവിക്കുക തന്നെ വേണം, ന്യായീകരിക്കാൻ കഴിയില്ല എന്ന കാര്യമാണ് പറഞ്ഞത്. ഈ സമയത്തൊക്കെ CBI അന്വേഷണം എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഹൈക്കോടതിയിൽ മഞ്ജുഷ ആവശ്യപ്പെട്ടു എന്നുള്ള ഒരു സമയത്താണ് പിണറായി വിജയൻ ഇത് പറയുന്നത്. ഒന്ന്, ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം ഇതൊരു ആത്മഹത്യയാണ്, അതിൻ്റെ പിന്നിൽ PP ദിവ്യയാണ് എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കൊലപാതകമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കേസിലേക്ക് CBI വരുന്ന കാര്യം കൂടെ ആ സാധ്യത കുറയും. ഇനി അഥവാ CBI വന്നാലോ കണ്ണൂരിലെ CPM നേതാക്കളുടെ സകലമാന റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളും, ഇവരുടെ ഗുണ്ട ഇടപാടുകൾ, ഇവരുടെ ഈ പെട്രോൾ പമ്പ് അഴിമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, തൃച്ചംബരം ക്ഷേത്രത്തിലെ 1000 ഏക്കർ ഭൂമി തിരിമറി നടന്നു, അത് നവീൻ ബാബുവിന് അറിയാമായിരുന്നു എന്ന കാര്യത്തിലെ പ്രശ്നങ്ങൾ, ഇതിലെ പോസ്റ്റ്മോർട്ടം നടത്തിയത് ആരാണ്, എന്താണ്, എങ്ങനെയാണ്, എവിടെയാണ് എന്ന കാര്യത്തിലെ പല ബുദ്ധിമുട്ടുകൾ, പരിയാരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് വീണാമണി ഉയർത്തിയിട്ടുള്ള ഗുരുതരമായ ആരോപണങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ചർച്ചയ്ക്ക് വരുമായിരുന്നു. അത് ഇല്ലാതാക്കാൻ വേണ്ടി സർക്കാർ വളരെ കൃത്യമായി ഈ കാര്യത്തിൽ ഇടപെട്ടു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറായിട്ടുള്ള ഗീതയുടെ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മനഃപൂർവ്വം നവീൻ ബാബുവിനെ പരിഹസിക്കാനും ഇല്ലാതാക്കാനും വേണ്ടി PP ദിവ്യ ഒരു നാടകം നടത്തി എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കണം, ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ഒരു ജനപ്രതിനിധിയായിട്ടുള്ള ഒരാൾ, ആളുകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാനുള്ള അതോറിറ്റിക്ക് അതോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കേണ്ട ആളാണ് ഈ ജനപ്രതിനിധി എന്ന് പറയുന്നത്. അവരാണ് നവീൻ ബാബുവിനോടുള്ള എന്ത് വിദ്വേഷത്തിൻ്റെ പേരിലാണെന്ന് നമുക്കറിയില്ല, ആ വിദ്വേഷത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടി മനഃപൂർവ്വം നാടകം നടത്തി. അന്ന് ആ യാത്രയയപ്പ് ചടങ്ങിലേക്ക് PP ദിവ്യയ്ക്ക് ക്ഷണമുണ്ടായിരുന്നില്ല. പക്ഷേ മനഃപൂർവ്വം തീരുമാനിച്ചുറപ്പിച്ച് PP ദിവ്യ പറഞ്ഞത് എന്താ, പോകുന്ന വഴിക്ക് കയറി എന്നല്ലേ? അല്ല, തീരുമാനിച്ച് ഉറപ്പിച്ച് അവിടേക്ക് പോവുകയും അവിടെയുള്ള പ്രാദേശിക ക്യാമറാമാനെ വിളിച്ച്, പ്രാദേശിക ചാനലിൻ്റെ ക്യാമറാമാനെ വിളിച്ച് ആ പറയുന്ന പ്രസംഗം ക്യാമറയിൽ എടുപ്പിച്ച് ആ പ്രസംഗം സോഷ്യൽ മീഡിയ വഴി എല്ലാ ആളുകളിലേക്കും എത്തിച്ച് അദ്ദേഹത്തെ അപമാനിക്കാനുള്ള ശ്രമം മനഃപൂർവ്വം അവർ നടത്തി എന്നാണ് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ടിലുള്ളത്. 2, ഇദ്ദേഹം കൈക്കൂലി വാങ്ങിയതുമായി ബന്ധപ്പെട്ടോ ഇദ്ദേഹം മറ്റ് അഴിമതികൾ നടത്തിയതുമായി ബന്ധപ്പെട്ടോ ഒരു തെളിവ് പോലും കിട്ടിയിട്ടില്ല എന്നും അവരുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നവീൻ ബാബുവിനെതിരെ എന്തെല്ലാമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? അഴിമതി നടത്തിയവർക്കെതിരെ പറയുന്നത് പ്രശ്നമാണോ? പ്രതികരിക്കുന്നത് പ്രശ്നമാണോ? എന്തുകൊണ്ട് CPM PP ദിവ്യക്കൊപ്പം നിന്നില്ല എന്നൊക്കെ കുറേ സൈബർ അണികൾ ചോദിക്കുന്നത് കേട്ടു. അങ്ങനെയുള്ള സമയത്താണ് സർക്കാർ തന്നെ നിയോഗിച്ചിട്ടുള്ള ഏറ്റവും മുതിർന്ന ഒരു ഉദ്യോഗസ്ഥ ആ അന്വേഷണ റിപ്പോർട്ട് വെക്കുമ്പോൾ അദ്ദേഹം ഒരു തരത്തിലുള്ള അഴിമതിയും നടത്തിയിട്ടില്ല എന്നുള്ളത് കൃത്യമായ റിപ്പോർട്ട് മുമ്പിൽ വെക്കുന്നത്. നിരപരാധിയായ ഒരു മനുഷ്യനെ പച്ചയ്ക്ക് കൊന്നു എന്ന് തന്നെ പറയേണ്ട ഈ കാര്യത്തിൽ. രണ്ടാമത്തത്, ഈ പ്രശാന്തൻ നൽകിയിട്ടുള്ള
പ്രശാന്തൻ നൽകിയിട്ടുള്ള പരാതി അതൊരു കെട്ടിച്ചമച്ച പരാതിയാണ്, ഇല്ലാത്ത പരാതി കെട്ടിച്ചമച്ചു എന്നും ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തിനാണ് ഇല്ലാത്ത പരാതി കെട്ടിച്ചമച്ചത്? എന്ത് കാര്യത്തിനാണത്? AKG സെന്ററിലെ സെക്രട്ടറിയുടെ കൈവശമാണ് പരാതി, മുഖ്യമന്ത്രിക്ക് കൊടുക്കാനുള്ള പരാതി കൊടുത്തത് എന്ന് പറയുന്നുണ്ട്. AKG സെന്ററിലെ സെക്രട്ടറിക്ക് പരാതി കൊടുത്തിട്ട് ആ AKG സെന്ററിലെ സെക്രട്ടറി ആർക്കാണ് ഇത് കൈമാറിയത്? ആരാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഇത് കൊടുത്തത്? പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നത് അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ല എന്നാ. കാരണം പരാതി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇതുവഴി ഈ പുറകോട്ട് അന്വേഷിക്കുമ്പോൾ പാർട്ടിയിലെ പല ഉന്നതന്മാരും കുടുങ്ങും. ഇത് കൃത്യമായി എന്താണ് ഒരു പ്ലാനിങ്ങോടെ ഉണ്ടാക്കിയെടുത്ത ഒരു നെറേറ്റീവായിട്ടുള്ള ഒരു സ്റ്റോറിയാണിത്. ആ സ്റ്റോറിക്ക് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെല്ലാം കുടുങ്ങും എന്നുള്ള നിലയിലേക്ക് എത്തിയപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും ഞങ്ങൾക്ക് ഇത്ര ഒരു പരാതി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിയുന്ന ഒരു സമീപനമാണ് ഉണ്ടായത്. CBI അന്വേഷണം വന്നു കഴിഞ്ഞാൽ അവിടെ വരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരെ ചിലപ്പോൾ ഒരുപക്ഷെ അവർ കയറി റെയ്ഡ് നടത്തിയേക്കാം, നമുക്ക് പറയാൻ പറ്റത്തില്ല എന്താണ് കാര്യം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാനുള്ള ശ്രമമാണ് സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. രണ്ടാമത്തത്, ഈ പ്രശാന്തൻ ഏത് കാര്യത്തിനാണ് പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് കൈക്കൂലി കൊടുത്തു എന്ന് പറയുമ്പോൾ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലും ഇദ്ദേഹം യാതൊരു വിധത്തിലുമുള്ള കാലതാമസവും വരുത്തിയിട്ടില്ല എന്നും കൂടെ ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ശ്രദ്ധിക്കണം, ഏറ്റവും കൂടുതൽ ഇവർ പറഞ്ഞ കാര്യം എന്താ? ഇദ്ദേഹം ഈ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട് കാലതാമസം വരുത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെയാണ് പറഞ്ഞത്. അത്തരത്തിലുള്ള യാതൊരു തടസ്സവും ഉണ്ടാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, ഈ ഇത്തരത്തിലൊരു അനുമതി വരേണ്ട സമയത്ത് ഈ ഒരു പെട്രോൾ പമ്പിൻ്റെ വിഷയത്തിൽ റെസ്ട്രിക്ഷൻ എഴുതിയത് കേരളത്തിലെ ആഭ്യന്തര മന്ത്രിയുടെ കീഴിലുള്ള 2 സംവിധാനങ്ങളാണ്. ഒന്ന് ഫയർഫോഴ്സും ഒന്ന് പോലീസും. ഈ 2 റിപ്പോർട്ടുകളാണ്. അതായത് ഒരു വളവിലാണ് ഈ പറയുന്ന പെട്രോൾ പമ്പ് ഉള്ളത്. ഈ വളവിൽ പെട്രോൾ പമ്പ് ഉണ്ടാകുന്ന സമയത്തുണ്ടായേക്കാവുന്ന അപകടങ്ങൾ, അവിടെ ഈ പെട്രോളിന് വേണ്ടി ടാങ്ക് കുഴിക്കുമ്പോൾ അത് ഊർന്നിറങ്ങിക്കൊണ്ട് ഈ ചരിവിലൂടെ ഊർന്നിറങ്ങുമല്ലോ, ചരിവിൽ ഒരിക്കലും പെട്രോൾ പമ്പ് ഉണ്ടാവാൻ പാടില്ല എന്നാണ് നിയമം. അങ്ങനെ ചരിവിൽ പെട്രോൾ പമ്പ് ഉണ്ടെങ്കിൽ ഭൂഗുരുത്വാകർഷണവുമായി ബന്ധപ്പെട്ട് ഈ പെട്രോൾ അടിയിലൂടെ ലീക്കായിട്ട് അടുത്ത കിണറുകളിലൊക്കെ വരാനും, അതുമാത്രമല്ല പെട്ടെന്ന് കയറി വരുമ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടാവും, വളവിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു തീപ്പൊരി മതി ആ പമ്പിന് ബുദ്ധിമുട്ട് വരാൻ. ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമാണ് ഒരു പമ്പ് അനുവദിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെയല്ലാതെ ഈ നിയമവിരുദ്ധമായിട്ടൊരു പമ്പ് അവിടെ കൊണ്ടുവരുമ്പോൾ അതിന് ഈ നവീൻ ബാബുവിൻ്റെ അടുത്ത് കൃത്യമായ ഒരു അന്വേഷണ റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറയുമ്പോൾ അദ്ദേഹമല്ല അതിന് റെസ്ട്രിക്ഷൻ എഴുതിയത്, പോലീസാണ് എഴുതിയത്. ഈ പോലീസും ഫയർഫോഴ്സും റെസ്ട്രിക്ഷൻ എഴുതിയിട്ടുള്ള കാര്യത്തിൽ നവീൻ ബാബുവിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നും ഗീതയുടെ ഈ പറയുന്ന റിപ്പോർട്ടിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മനുഷ്യനെ മനഃപൂർവ്വം ഇതിൽ പെടുത്താനും കള്ളക്കേസ് കൊടുക്കാനും ഇദ്ദേഹം ഒരു അഴിമതിക്കാരനാണ് എന്ന് വരുത്തി തീർക്കാനുമുള്ള നാടകീയമായ ശ്രമങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ട് വഴി നമുക്ക് മനസ്സിലാകുന്നത്. എന്തിനു വേണ്ടി? ഇതാണ് ചോദ്യം. ഇത്തരത്തിൽ ഒരു ഇല്ലാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കി ഇദ്ദേഹത്തെ അപമാനിച്ചതിന് ശേഷം ഇദ്ദേഹം മരണപ്പെടുന്നു. അതൊരു ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പ്ലാൻഡ് ആയിട്ടുള്ള സ്റ്റോറികളായിരുന്നോ ഇത് എന്നാണ് ഇപ്പോൾ വരുന്ന ചോദ്യങ്ങൾ. ഇതൊക്കെ ഹൈക്കോടതി കണ്ണു തുറന്ന് കാണുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. സുപ്രീം കോടതിയിൽ പോയാലെങ്കിലും ഇത്തരം കാര്യങ്ങൾ സുപ്രീം കോടതിയെ ബോധിപ്പിക്കാൻ കഴിഞ്ഞാൽ CPM ഇന്ന് ചെയ്തു കൂട്ടിയിട്ടുള്ള PP ദിവ്യയുടെ മേൽ അല്ലെങ്കിൽ അതൊരു ആത്മഹത്യയാണ്, ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതാണ് എന്ന് പറഞ്ഞ വിഷയങ്ങളിലെല്ലാം തന്നെ അങ്ങനെ ഒരാളെ മാത്രം ബലിയാടാക്കിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള CPMൻ്റെ തന്ത്രങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാവും. ഇനി ഒരു കാര്യം കൂടി പറയാം. അതായത് ദിവ്യേച്ചി വളരെ മനോഹരമായ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെ, മനോഹരമായ ബാക്ക്ഗ്രൗണ്ടും പുല്ലും പുൽക്കൊടിയും പൂമ്പാറ്റയും പക്ഷികളെയും ഒക്കെ സ്നേഹിക്കുന്ന ദിവ്യേച്ചി സുന്ദരമായി, മനുഷ്യരെ സ്നേഹിക്കാൻ അറിയില്ല, സുന്ദരമായിട്ട് പോയിട്ടൊരു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ മാധ്യമങ്ങൾക്കെതിരെയൊക്കെ പ്രതികരിച്ച് സുജയ പാർവതിക്കെതിരെ കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ ദിവ്യേച്ചിക്ക് 2 ദിവസം കഴിയുമ്പോഴേക്കും മറുപടി സർക്കാരിൻ്റെ അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കിട്ടിയിരിക്കുന്നു. ഈ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി കൃത്യമായിരിക്കുകയാണ് ഒരുമാതിരി വൃത്തികെട്ട പണിയാണ് എന്തായാലും ആരെടുത്തിട്ടുള്ളത്, ദിവ്യ എടുത്തിട്ടുള്ളത്. ക്രൂരതയുടെ പര്യായം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന, ഒരു ജനപ്രതിനിധിയായിരിക്കുന്ന ഒരാൾ ഇങ്ങനെ ചെയ്യുമെങ്കിൽ അവർക്ക് ഇനി ഒരു തരത്തിലും ജനപ്രതിനിധിയായിരിക്കാനുള്ള ഒരു യോഗ്യതയില്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലുള്ള യോഗ്യതയില്ല എന്നാണ് വ്യക്തിപരമായി ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ അഭിപ്രായം അങ്ങനെ തന്നെയാണ്.